നമസ്കാരം. ട്രിവാൻഡ്രം പോർട്ട് ആക്റ്റീവ് ആയതോടുകൂടി സമീപ പോർട്ടുകൾ അതിനേക്കാൾ ആക്റ്റീവ് ആകുവാനുള്ള ശ്രമത്തിലാണ് സെയിലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നത്. പരസ്പരം മത്സരിച്ച് വളരുമ്പോൾ രാജ്യമാണ് വളരുന്നത് എന്നുള്ള ബോധ്യത്തോടെയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകാതെ പോകുമ്പോഴുള്ള വേദന ഈ റിപ്പോർട്ടിന്റെ പിന്നിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത തൂത്തുക്കുടി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും അവർ ഇപ്പോൾ ചെയ്തു തുടങ്ങുകയാണ്. അവരൊരു ടെൻഡർ വിളിച്ചിട്ടുണ്ട്. മെയ് 5-ാം തീയതി അവസാനിക്കുന്ന ഒരു ടെൻഡർ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ PPP മോഡലിൽ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് കപ്പലുകൾക്ക് നൽകുന്ന ബങ്കറിംഗ് നടത്തുവാനുള്ള ടെൻഡർ എത്തി. അപ്പോൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അവർ പോകുന്നത്. ഇവിടെ ഇപ്പോഴും മെത്തനോൾ എന്താണെന്ന് തിരിച്ചറിയാത്ത ഭരണകൂടവും വിസിൽ എന്ന് പറയുന്ന സ്ഥാപനവുമാണ് നമുക്കുള്ളതെങ്കിൽ അവർ ടെൻഡർ വിളിക്കുന്ന ഏകദേശം 35 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. സ്വകാര്യ മൂലധനം അവർ കൊണ്ടുവന്ന് അവരെല്ലാം പ്ലാന്റ് വയ്ക്കുക, നിർമ്മിക്കുക, മെത്തനോൾ എടുക്കുക, കപ്പലിന് കൊടുക്കുക, എല്ലാം ചെയ്യുക, ലാഭം എടുക്കുക. ഇതെന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല? രണ്ടാമത്, അവർ 5000 കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിൻഫാസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന തരത്തിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തൂത്തുക്കുടി പോർട്ട് ഇറക്കി കൊടുക്കും. കയറ്റുമതി വേണമെങ്കിൽ അതും ചെയ്യുന്ന തരത്തിൽ വാസ്തവത്തിൽ തൂത്തുക്കുടിയെ നമ്മളൊരു മാതൃകയാക്കേണ്ടതാണ്. അവർക്ക് ചില പരിമിതികളുണ്ട്. അവരല്പം ഉള്ളിലാണ്, ഡ്രാഫ്റ്റിന്റെ ചില ലിമിറ്റേഷൻ ഉണ്ട്. അതെല്ലാം അവർ ഔട്ടർ ഹാർബറിലൂടെ പരിഹരിച്ചുകൊണ്ട് വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മെത്തനോളിന്റെ കാര്യത്തിൽ ഭാവി എത്രത്തോളം ശുഭകരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ദി IMO ഹാസ് മെയ്ഡ് എ ഹിസ്റ്റോറിക് ഡിസിഷൻ. കുറച്ച് മാസങ്ങളായി, വർഷങ്ങളായി IMOയിൽ നിന്ന് ശക്തമായ ചില തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എൻവയോൺമെന്റ്, കടലിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, നമ്മുടെ ഇവിടുത്തെ തട്ടിപ്പ് പ്രകൃതിവാദമല്ല, അല്ലാതുള്ള ജെനുവിൻ കൺസേൺസ് ഉയർത്തുന്നവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം ദി IMO ഹാസ് മെയ്ഡ് എ ഹിസ്റ്റോറിക് ഡിസിഷൻ. എന്താണ് ആ തീരുമാനമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മെത്തനോൾ പോലുള്ള ഇന്ധനങ്ങളിലോട്ട് നിർബന്ധമായും വരാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള തീരുമാനമാണ് IMOയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഷിപ്പിംഗ് കമ്പനീസ് ടു പേ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വെസൽസ്. നമ്മുടെ മുമ്പിലൂടെ പോകുന്ന കപ്പലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എത്രത്തോളം ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇനി അവർ പണമടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു ശിക്ഷ അവരുടെ മേൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേറെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നവർ അന്വേഷിക്കും. ദി മെഷർ ഇസ് ഫോർകാസ്റ്റ് ടു റേസ് അബൌട്ട് 10 ബില്യൺ എ ഇയർ. അങ്ങനെയുള്ള ശിക്ഷയിലൂടെ ഒരു വർഷം $10 ബില്യൺ നേടാൻ പറ്റുമെന്നാണ് IMOയുടെ കണക്കുകൾ. ഈ 10 ബില്യൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബില്യണിൽ ഒരു തകരാറ് പറ്റി. സെയിലിംഗ് കമന്ററി എഴുതി അല്ല വായിക്കുന്നത്. ഇതൊരു എക്സ്റ്റംബറാണ്. അന്നേരം വരുന്ന ചിന്തയിൽ, ഭാവനയിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ബില്യൺ പറഞ്ഞതിനകത്ത് ഒരു 80 ബില്യൺ 800 കോടി എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നെ വിളിച്ച് 2-3 പേർ തിരുത്തി. വാസ്തവത്തിൽ ബില്യൺ എന്ന് പറയുമ്പോൾ ആ തുകയുടെ കൂടെ 2 പൂജ്യം കൂടെ ഇടണം. അപ്പൊ 10 ബില്യൺ എന്ന് പറയുമ്പോൾ $1000 കോടി. ഒരു വർഷം നമ്മുടെ മുമ്പിലൂടെ ഓടുന്ന അല്ലെങ്കിൽ മറ്റെല്ലാ ലോകം മുഴുവനുമുള്ള കപ്പലുകൾ എല്ലാവരും കൂടി $10 ബില്യൺ $1000 കോടി നൽകേണ്ടി വരുന്ന തരത്തിലുള്ള തീരുമാനം IMO സ്വീകരിച്ചു.
വിച്ച് ഈസ് മച്ച് ലോവർ, ഇത് വളരെ കുറവാണ്, അവരുടെ കണക്കൂട്ടൽ അനുസരിച്ച് ഇത് വളരെ കുറവാണ്. വിച്ച് ഈസ് മച്ച് ലോവർ ദാൻ ദി 60 ബില്യൺ. അവര് 6000 കോടിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, അവിടെയാണ് 1000 കോടി എത്തി നിൽക്കുന്നത്. എ ഇയർ ദാറ്റ് ഹാഡ് ബീൻ ഹോപ്ഡ് ഫോർ ഫ്രം എ സ്ട്രെയിറ്റ് ഫോർവേഡ് കാർബൺ ലെവി. കപ്പലുകളെ നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാർബൺ ലെവി ചുമത്തി 60 ബില്യൺ, 6000 കോടി ഡോളർ ചുമത്തേണ്ട ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നപ്പോൾ അത് 1000 കോടിയെങ്കിലും, അതും ഹിസ്റ്റോറിക്കൽ എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി അറേബ്യ, റഷ്യ, UAE ആൻഡ് സെവറൽ അതർ പെട്രോ സ്റ്റേറ്റ്സ് ഒപ്പോസ്ഡ് ദ റൂൾസ്. ഈ നിയമനിർമ്മാണത്തെ സ്വാഭാവികമായും, അമേരിക്കയുടെ പേര് കാണുന്നില്ല, അമേരിക്കയും ഇവരോടൊപ്പം ചേരേണ്ടതാണ്, ഈ കാർട്ടലിൽ വരേണ്ടതാണ് അമേരിക്കയും. സൗദി അറേബ്യ, റഷ്യ, UAE ആൻഡ് സെവറൽ അതർ പെട്രോ സ്റ്റേറ്റ്സ് ഒപ്പോസ്ഡ് ദ റൂൾസ്. ഈ നിയമനിർമ്മാണത്തെ എതിർത്തു. ബട്ട് എ മെജോറിറ്റി ഓഫ് കൺട്രീസ് മീറ്റിംഗ് അറ്റ് ദ IMO in London approved a compromise deal that will mean all ships must pay for the carbon dioxide they emit from 2028. 2028 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. പോർട്ട് ഏകദേശം നമ്മുടെ ഒരു ഫൈനൽ ഫേസ്, നമ്മുടെ സ്വപ്നത്തിലുള്ള പോർട്ടല്ല, സർക്കാരിന്റെ സ്വപ്നത്തിലുള്ള പോർട്ടിന്റെ അന്തിമഘട്ടമാണ് 2028. അപ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ കപ്പലുകൾ നിർബന്ധമായും ഇത് കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് തീരുമാനം. ഇപ്പൊ തീരുമാനമായി കഴിഞ്ഞു, 2028 തൊട്ട് അത് നടപ്പാക്കി തുടങ്ങും. ദാറ്റ് വിൽ മീൻ ഓൾ ഷിപ്സ് മസ്റ്റ് പേ ഫോർ ദി കാർബൺ ഡൈ ഓക്സൈഡ് ദേ എമിറ്റ് ഫ്രം 2028. അപ്പോഴത്തേക്കും മെത്തനോളിലോട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ധനത്തിലോട്ടോ അവർ മാറാൻ നിർബന്ധിതരായി തീരും. ഇനിയും മെത്തനോൾ ഇന്ധനത്തിന് അനുകൂലമായ ചില കാര്യങ്ങളുണ്ട്. While ship owners might be tempted to opt for liquefied natural gas as a cleaner alternative to the heavy, dirty bunker fuels commonly used, കപ്പലുടമകൾ LNG എന്ന് പറയുന്ന ഇന്ധനത്തിലോട്ട് തിരിയാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള ഹെവി, ഡേർട്ടി ബങ്കർ ഫ്യൂവൽസ്, ഇപ്പൊ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്യൂവലിൽ നിന്ന് മാറി LNGയിലോട്ട് മാറാൻ ഒരു നീക്കമുണ്ട്. ഇപ്പോ പുതിയ കപ്പലുകൾക്ക് ഓർഡർ കൊടുക്കുന്നതിനകത്ത് LNG കപ്പലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കൊടുക്കുന്നത്. അവിടെയും കാര്യങ്ങൾ മാറുകയാണ്. ദ റൂൾസ് ആർ എക്സ്പെക്ടഡ് ടു ടൈറ്റൻ ഇൻ ദ 2030s ടു പീനലൈസ് LNG മോർ ഹെവിലി. LNGയിലോട്ട് തിരിയുന്നതിനെയും കൂടുതൽ പീനലൈസ് ചെയ്ത് കൂടുതൽ ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുവന്ന്, കാരണം അതും ഒരു ഗ്രീൻ ഫ്യൂവൽ അല്ല. തൽക്കാലം മെത്തനോൾ, അമോണിയ, ഹൈഡ്രജൻ ഒന്നും അധികം ലഭിക്കാത്തത് കൊണ്ട് ആഗോളതലത്തിലുള്ള കപ്പലുടമകൾ LNGയിലോട്ട് മാറുകയാണ്. LNG റെഡിലി അവൈലബിൾ ആണ്. അത് ഫോസിൽ ഫ്യൂവലിന്റെ ഒരു ഉപവിഭാഗമാണ്. ഫോസിൽ ഫ്യൂവലിന്റെ അത്രയും ഡാമേജ് ഇല്ലെങ്കിലും അപകടരഹിതമല്ല. അതുകൊണ്ട് തന്നെ LNGക്കും പിടി വീഴും. അപ്പോൾ എന്താണ് അടുത്ത പ്രതീക്ഷ? അടുത്ത പ്രതീക്ഷ നമ്മുടെ ഗ്രീൻ മെത്തനോൾ തന്നെയാണ് എന്നുള്ളിടത്താണ് തൂത്തുക്കുടി പോർട്ട് ആരംഭിക്കുന്ന മെത്തനോൾ പ്രൊജക്ടിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും നമ്മൾ ഇതുവരെ ആലോചിക്കാത്ത മെത്തനോൾ പ്രൊജക്ടിന്റെ പ്രസക്തി കൂടുതൽ പ്രസക്തമാകുന്നതും. ഗവൺമെന്റ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട എന്ന് തീരുമാനിക്കുന്ന സർക്കാരുകൾ. ഇപ്പോ കോൺഗ്രസിന്റെ അവസ്ഥ അറിയാമല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവസാന ഘട്ടത്തിൽ പാവം മൻമോഹൻ സിംഗിനെ ഒരു പാവയാക്കിക്കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു UPA. അതിന്റെ പാപഭാരമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കും ഗവൺമെന്റിനും ഓർമ്മയുണ്ടാകണം എന്ന് മാത്രമേ സെയിലിംഗ് മന്ത്രി പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇന്നലെ വന്നുപോയ കപ്പലുകളുടെ വിവരങ്ങൾ കൂടി അറിയാം. Signing off, Elias.